മാനുവലിനോട്. ശരി സാർ. ആരെ ഗീവറീസ് രാവിലെ തന്നെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ ആ ജേക്കബ് സാറിന്റെ വീട്ടില് പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഓരോ പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തൻ താമസിക്കുന്നുണ്ട്, അവന് തല ഉയർത്തി പുറത്ത് കിടക്കേണ്ടതാന്നൊരു വിചാരം അതുമില്ല. ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസേ. മാസാമാസം ഇഷ്ടം പോലെ കാശ് അയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും. ദാ ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. ദാ വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാറ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്. മാനുവൽ സാർ അപ്പോഴേക്ക് എത്തും, അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. ആ വലിയ ഉപകാരം സാർ. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി. എന്താ ഇന്ന് മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഒലക്കി കടിച്ചു കൊല്ലും, ഇല്ല ഞാൻ വല്ല ട്രെയിനും തലവെക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ അത് കാര്യമില്ല ഗീവേ, നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെ ഒക്കെ പ്രലോഭനത്തിൽ പോയി വീഴും, എന്നിട്ട് അവൻ പിന്നീട് ഫ്ലാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്ക് ഇത് എന്തിന്റെ അസുഖ? പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് മറ്റേ വർത്താനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇതിലെല്ലാ ഐറ്റംസും 2 കിലോ വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശ് ചോദിക്കട്ടാ, ഞാൻ തന്നോളാം. പൈസ ഞങ്ങൾ കൊടുത്തോളാം, മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. ശകുന്തളെ, അല്ല എന്താ ഉദ്ദേശം? എന്ത് എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീയല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്. സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ? ഇങ്ങോട്ട് വാ പറയാം. ഫ്ലാറ്റിലേക്ക് കിടക്കാം. ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ. സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് 2-1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്, അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്തു നാടാവി? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് സംസാരം. എടാ ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമണ്ട അല്ല നാരായണൻകുട്ടി. ആ 7A തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPRന്റെ ആരെങ്കിലും ആണോ? സോറി സർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. ഓ, നീ എനിക്കിട്ടൊന്ന് താങ്ങ് കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല. താങ്ങാൻ എന്നാ ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. നീ കൂവി തെളിയണുണ്ട് കേട്ടാ. ഗുഡ് മോർണിംഗ് കരിമോളെ. ഗുഡ് മോർണിംഗ് ബിജുമോളെ. ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ, മോളു എന്നെ അങ്ങനെയാ വിളിക്കണേ. സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ, ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റൂ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ ശാലിനി. ഗുഡ് മോർണിംഗ്. ഇന്ന് അവിടൊക്കെ ഹാജർ വെച്ചു. ഓ, ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കരങ്കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനുവലങ്ങളെ, ശാലിനിയെ വിട്ടേര്. വിട്ടു. വിട്ടോ? അല്ല, ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പോ വന്നാലും മാനുവലങ്ങളിന് എന്താ? അത് ശരിയാ. പോകാൻ റെഡിയാവാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 അവളുടെ ഒരു കാര്യം വേറൊന്നുമില്ലല്ലോ, ഇവിടെ തിരക്കാ. ഓക്കെ ഓക്കെ മമ്മി, ഞാൻ റെഡിയാണ്. എപ്പോഴും എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രം മമ്മിയോട് പറഞ്ഞു കൊടുത്തേക്കണം. ഇയാളൊരു പെർഫെക്റ്റ് ലേഡി. ഞാൻ പോവാ. ഇന്നും വയലിന്റെ സ്ട്രിങ് പൊട്ടിച്ചോണ്ട് വന്നോണം, മമ്മിയുടെ കിട്ടും. കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കല്ലേ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. I'm gonna pack my bags and leave this town, grab a flight.
ഇന്ന് അവധിയല്ലേ? ആ, കനിമോളോടെ? ശാലിനി ആന്റിയുടെ ഫ്ലാറ്റില് വയലിൻ ക്ലാസ്സിന് പോയി. പപ്പ ഒരു ദിവസം നേരത്തെ അങ്ങ് പോന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മമ്മിയെ പോലും വിളിച്ചു പറഞ്ഞില്ല. മോളെന്താ ഡള്ളായിരിക്കുന്നേ? പപ്പ അന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് മോക്ക് ഇഷ്ടായില്ലല്ലേ? പോട്ടെ, ഇതെന്തായാലും മോക്ക് ഇഷ്ടാവും. ദാ നോക്ക്. ഹൗ ഇസ് ദിസ്? എന്താ ഇത് ഇഷ്ടായില്ലേ? അതോ ഇഷ്ടമാവാത്തത് പപ്പയാണോ? എന്താ മോളെ ഇത്? മോൾ എന്തിനാ പപ്പയെ പേടിക്കുന്നേ? ദേഷ്യപ്പെടില്ലേ മോളെ? പപ്പയുടെ നല്ല കുട്ടിയല്ലേ, ബഹളം വെക്കില്ലേ? മോളോട് ഇരിക്കേ, പപ്പ ഒന്നും ചെയ്യില്ല. വന്നിരിക്കാൻ. കം സിറ്റ്. മോള് പിന്നെയും പേടിച്ചു അല്ലേ? പപ്പയ്ക്ക് മോൾ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? കരയല്ലേ? എന്തിനാ മോള് കരയുന്നേ? പപ്പ ഒന്നും പറഞ്ഞില്ലല്ലോ. കമോ കമോ. എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്താണ്? കുറച്ചു നാളായിട്ട് അയാൾ ഇങ്ങനെയാ. വൃത്തികെട്ട മനുഷ്യൻ. അയാൾ എന്റെ പപ്പയല്ല. എന്റെ ഡാഡി മരിച്ചുപോയി 7 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റില്. ഗോവയില് ടൂറിന് പോയതാ. ഡാഡി, മമ്മി, ഞാനും കനിയും. കൂടെ അയാളുടെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു. അയാളുടെ ഡാഡിയുടെ കസിനാ. തിരിച്ചു വരുമ്പോഴായിരുന്നു ആക്സിഡന്റ്. ഡാഡിയും അയാളുടെ വൈഫും കുട്ടിയും മരിച്ചു. മമ്മിക്കും അയാൾക്കും കുറെ പരുക്കുണ്ടായിരുന്നു. എനിക്കും കനിക്കും ചെറിയ പോറല് മാത്രം. ആ ഷോക്കിൽ നിന്ന്, ലോൺലിനെസ്സിൽ നിന്നും രക്ഷപ്പെടാനാ മമ്മി ഷോപ്പ് തുടങ്ങിയത്. അയാളും മെന്റലി തകർന്ന് ഡ്രങ്കഡായി. അപ്പോ റിലേറ്റീവ്സ് എല്ലാരും മമ്മിയെ നിർബന്ധിച്ചു. ഡാഡിയുടെ കസിൻ അല്ലേ, ഫ്രണ്ട് അല്ലേ, അയാളെ മാരി ചെയ്യാൻ. അന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അയാളെ. പക്ഷേ വാ, നിധിയെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇരിക്ക്. ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന ഇയാള് വെറുതെ നിർത്തി അല്ലേ? അത് പിന്നെ മടി. അതിലും മടിയാ ഇപ്പൊ അനിയത്തി കുട്ടിക്ക് അല്ലേ കനി?
ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു അയാൾക്ക്. എനിക്കും എന്റെ ഡാഡിയെ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. പിന്നെ എന്നാണ് അയാൾക്ക് ഈ മാറ്റം തുടങ്ങിയതെന്ന് കൃത്യമായ ഓർമ്മയില്ല. 9th കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് അയാൾ എന്നെ കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഒന്നും പപ്പയായിട്ടല്ലെന്ന്. ആദ്യം മമ്മിയോട് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതിയത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല. പലവട്ടം ശ്രമിച്ചത് പറ്റുന്നില്ല പറയാൻ. മമ്മിക്ക് അയാള് അത്രയ്ക്ക് വിശ്വാസം. എന്റെ ഡാഡിയെ പോലെ തന്നെ അയാൾ ഒത്തിരി നല്ലതെന്ന മമ്മി എല്ലാരോടും പറയാ. അല്ലാന്ന് മമ്മി അറിയുമ്പോ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ? അത് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. ചിലപ്പോ മമ്മി ആകെ തകർന്നു പോയെന്ന് വരും. മമ്മിയുടെ ലൈഫ് തന്നെ പോവും. ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല മമ്മിയോട്. പക്ഷെ പറയാതിരുന്ന എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? പിന്നെ പിന്നെ കനി വളരല്ലേ. ദേ അങ്കിളെ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇതൊക്കെ സ്വന്തം ഫ്ലാറ്റിലായിക്കൂടെ? അതിനവിടെ ഒരുത്തനെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ലേ? പരീക്ഷണങ്ങൾ നിന്റെ അടുത്താവുമ്പോ ഒരു സുഖല്ലേ ശാലിനി? അതെ അതെ, ഇവിടെ കയറി ഇറങ്ങിയുള്ള ഈ സ്വാതന്ത്ര്യമെടുപ്പ് കുറെ കൂടുന്നുണ്ട്. ഇനി ഇതെങ്ങനെ അസോസിയേഷൻകാർ കണ്ട എന്താ ഉണ്ടാവാന്നറിയാലോ. ഒന്നാമത് ഞാൻ ഡൈവോഴ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇയാളാണെങ്കിൽ ഇങ്ങനെ. നമ്മൾ തമ്മിൽ അരുതാത്തൊന്നുമില്ലെന്ന് എനിക്ക് നെറ്റിലൊട്ടിച്ച് നടക്കാൻ പറ്റുമോ? ആരുടെയെങ്കിലും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നിനക്ക് ജീവിക്കാൻ. പോവാൻ പറ. കൂടി വന്നാൽ അവര് നിന്നെ നിന്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കും, എന്നെ എന്റെ ഫ്ലാറ്റിൽ നിന്ന്. അപ്പോ നമുക്ക് രണ്ടുപേർക്കും 2 ഫ്ലാറ്റ് വേണ്ട, 1 മതിയെന്ന് തീരുമാനിച്ച് ഒരുമിച്ചങ്ങ് നീങ്ങാം. എന്താ? ദേ കിട്ടൂട്ടുണ്ടെന്നാ. നീ വെറും ഒരു പേടിച്ചതോറി പെണ്ണ. അത് പിന്നെ ഇയാളെ പോലെ എനിക്ക് പറ്റുമോ? നീ മാത്രമല്ല, അടിസ്ഥാനപരമായ എല്ലാ സ്ത്രീകളും പേടിച്ചോറികളാ. അയ്യോ, ആരോ വന്നു. ദേ പേടി. വരുന്നവര് വരട്ടെ, അവരെ നമുക്ക് സൽക്കരിക്കാം. ചിക്കൻ 5 മിനിറ്റിനുള്ളിൽ റെഡി. എവിടെയെങ്കിലും പോയി ഒളിച്ചേ, എന്നെ മാനം കെടുത്തല്ലേ. നീ ധൈര്യമായിട്ട് പറ, ഞാൻ നിന്റെ ജാരനാണെന്ന്. കൊല്ലും ഞാൻ. മുറിയിലെങ്കിലും പോയി ഒളിക്കേ. വാ മോനെ, വാ. എന്താ ഗീവർഗീസേ? ഇങ്ങോട്ട് എഴുന്നള്ളിട്ടുണ്ടോ? ആര്? നമ്മുടെ രോമാഞ്ചം. വാ, ഇവിടെ ഉണ്ട്. ആ പോര് പോര്, ഞാൻ കണ്ടിട്ടില്ല. നീ കരുതുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ഞാനൊന്നും കരുതിയില്ലല്ലോ. ഓ, ഒരു പുണ്യാളൻ. ദേ ഗീവർഗീസേ, ഞാൻ നിരപരാധിയാണ് കേട്ടോ. അത് പിന്നെ ചേച്ചീനെ എനിക്ക് അറിഞ്ഞൂടെ? നിന്നോട് ആരാ പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? അവിടെ ഒരാളൊന്ന് കാത്തിരിപ്പുണ്ട്. അതാരാ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചെക്കൻ പറഞ്ഞു ഉടനെ വരില്ല, ശാലിനി ആന്റിയുടെ ഫ്ലാറ്റിൽ പോയി അവരുമായി കൊച്ചേർത്താനും പറഞ്ഞിരിക്കാന്ന്. എടാ, ഞാൻ താഴെ ക്ലബിലല്ലേ പോയത്. എന്റെ പൊന്നു മോളെ, ഇവൻ നാവെടുത്ത നുണയെ പറയുള്ളൂ. പറയേ, എന്നെ തന്നെ പറയ്, ഞാൻ ഇതൊക്കെ തന്നെ കേക്കണം. വീട്ടിൽ വന്ന ഇതാണോ മര്യാദ അങ്കിള്? ഒരു ചായ പോലും തന്നില്ല ഈ ചെക്കൻ. പോയി മോക്ക് വേഗം ചായ ഇട്ടോട്ട് വേടാ. ചെല്ല ചെല്ല, വേഗം ചെല്ല. ചെല്ലേ. ഞാനും അങ്കിളും തമ്മില് ചില സീക്രട്ട് കാര്യങ്ങളുണ്ട്. ചായ കൊണ്ടുവരുമ്പോ ഡോറിൽ മുട്ടണം കേട്ടോ. അയാള് കേക്കണ്ട, നമ്മള് മാത്രം അറിയേണ്ട സബ്ജക്റ്റാ. വാ, അങ്കിൾ ഇവിടെ ഇരിക്കും. ഞാൻ നിന്നാ പോരെ? അങ്കിളെ, അങ്കിൾ ഇന്ന് തന്നെ ഒറ്റയ്ക്ക് ഈ സീഡി ഒന്ന് കാണണം. ആ ചെക്കനെ കാണിക്കണ്ട. ഇതൊരു ഫിലിം അങ്കിളെ. ഓഹോ, ജോഗേഴ്സ് പാർക്ക്. ജോഗേഴ്സ് പാർക്ക്. എന്താ അതിന്റെ സ്റ്റോറി എന്നറിയോ? ഒരു റിട്ടയർഡ് ജഡ്ജ് രാവിലെ ഓടാൻ പോകുന്നു. അപ്പോ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു. പിന്നെ അവരെന്നും ഒന്നിച്ചോടുന്നു. ഫൈനലി ദേ fall in love. മോളെന്തിനാ ഈ സീഡി ഇപ്പൊ എനിക്ക് തരുന്നത്? അതൊക്കെ ഉണ്ട്. ആ ജഡ്ജ് ഭയങ്കര സ്മാർട്ടാ, അങ്കിളിനെ പോലെ. അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ. ചായ ഉണ്ടാക്കില്ല അല്ലേ? ഈ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം നല്ലല്ല കേട്ടോ. എന്തോണ്ടായേ? ഞാൻ കൺഫ്യൂഷനില്ല. ഇതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് നടക്കോ? നടക്കും, നടത്തണം.
ഒറ്റയടിക്ക് പറഞ്ഞ അയാളെ സമ്മതിച്ചില്ലെന്ന് വരും. ചിരിച്ച് കളിച്ച് കൂടെ നടന്ന് പതുക്കെ പതുക്കെ ഞാൻ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കും. അയാൾ ആരോടെങ്കിലും പറഞ്ഞാലോ? ഇല്ല, പറയില്ല. അങ്ങനെ പറയില്ലെന്ന് നല്ല ഉറപ്പ് വരുമ്പോഴേ ഞാൻ ചോദിക്കും. നീ വലിയ റിസ്ക് എടുക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. വേണോ? വേണം. ഞാൻ തീരുമാനിച്ചതാ. നീ ഇനി എന്നെ പിന്തിരിപ്പിക്കരുത്. ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇവനാ ഞാൻ പറഞ്ഞ ആദിത്യവർമ്മൻ, എന്റെ ക്ലാസ്മേറ്റ്. അപാര ബ്രെയിനാ. ഐഡിയ ഒക്കെ ഇവൻ തരും. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. സീക്രട്ട് ആയിരിക്കുമല്ലോ. 100% വിശ്വസിക്കാം. ആദി, ഇതാ മാനുവൽ. ഹലോ. ഹലോ, വാ. ഇവന്റെ പാരന്റ്സ് ഡൽഹിയിലാ. ഡാഡി CBI, മമ്മി IPS, മമ്മി ഇപ്പൊ ജലന്ധറിൽ SP ഇല്ലേ? അതെ. ഇവിടെ ഇപ്പൊ ഇവന്റെ അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട, അപ്പൂപ്പന് കണ്ണു കാണൂല. കാറ്ററാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിപ്പാ. ചെവി പണ്ടേ ഔട്ട്. ആർമി കേണലായിരുന്നു. ആദ്യാണോടാ? അതെ അപ്പൂപ്പ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. വാ, ഇതെന്റെ ഫ്രണ്ട്സ്. ഇത് മാഷ്. വാ, ഇരിക്കൂ. എത്ര പേരെ കൊല്ലണമെന്നാ പറഞ്ഞേ? നീ മറന്നുപോയോ ഒരാളെ? നിധിയുടെ പപ്പയെ. ഓ യെസ്, ഞാൻ ഓർക്കുന്നു. ഇംഗ്ലീഷ് നോവൽസ് വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടോ? ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല മർഡേഴ്സ്, എക്സൈറ്റിംഗ് ക്രൈംസ് ഒക്കെ ഇംഗ്ലീഷിലേ കാണാൻ പറ്റൂ. ഒരാളെ മാത്രമേ കൊല്ലാനുള്ളൂവെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഫോളോ ചെയ്യാം. ഷെർലക് ഹോംസിന്റെ ഞാൻ റെഡിങ്ങിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരാളെ സിമ്പിളായി കൊല്ലാൻ പറ്റും. മറ്റേ മർഡർ മെത്തേഡ്സ് ഈ ബുക്സിലുണ്ട്. അഗത ക്രിസ്റ്റി, പോൾ ബ്രിക്ക്ഹീൽ. മർഡർ നേരിട്ട് കണ്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ CDs കാണാൻ നല്ലതാ. ഒരു ധൈര്യം കിട്ടും. അല്ല, ഇതിലൊക്കെ അവസാനം കൊല്ലണയാളെ പിടിക്കുമല്ലേ? അത് പിന്നെ നോവലിൽ വില്ലനെ നായകൻ പിടിച്ചില്ലെങ്കിൽ പുസ്തകം ചെലവാകില്ല. സിനിമയിലും അങ്ങനെ ചെയ്താലേ ഈ സൂപ്പർ സ്റ്റാർസിനെ പിടിച്ചെടുക്കാൻ പറ്റൂ. ഈ നോവലിലും സിനിമയിലും അല്ലാത്ത വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ ഒരാളെ കൊല്ലാൻ? പേടിയുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല. എങ്കിലും എന്റെ സ്വന്തം ചില ഐഡിയാസ് ഫോളോ ചെയ്യാം. ഞാൻ കുറെ കൊല്ലമായി ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു 10-25 കൊല്ലമായി കാണുമാവോ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബി സീരിയസ്, വി ആർ ഡിസ്കസിംഗ് എ സീരിയസ് മാറ്റർ. എന്റെ ഈ മെത്തേഡ് അനുസരിച്ച് മാനവരങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിധിയുടെ പപ്പയ്ക്ക് ക്ലബിലോ ബാറിലോ മറ്റോ പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്കിൾ അവിടെ ചെല്ലുക. എന്നിട്ട് പപ്പയെ അറിയാതെ പാർക്ക് ചെയ്ത കാറിന്റെ പിൻസീറ്റിൽ ഒളിക്കുക. കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ലോക്ക് ചെയ്ത കാർ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അത് ഞാൻ പഠിപ്പിക്കാം. ശരി, എന്നിട്ട് പപ്പ കാർ ഓടിച്ചു പോകുമ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എന്നിട്ട് പാന്റിന്റെ പുകയിൽ കരുതി വെച്ച കയർ മെല്ലെ എടുത്ത് സഡനായി പപ്പയുടെ കഴുത്തിലിട്ട് കുരുക്കുക. സൂക്ഷിക്കണം, കഴുത്തിൽ കൃത്യമായി വീഴണം. തേർഡ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ കഴുത്തിൽ കുരുക്കിട്ട് കഴിഞ്ഞാൽ വണ്ടി ഈ പാലം വഴി വരാൻ പറയുക. സാധാരണ പോലെ ഓടിക്കാൻ അയാൾക്ക് അവസരം കൊടുക്കണം. വണ്ടി പാലത്തിലെത്തിയാൽ കുരുക്ക് മുറുക്കുക. എന്ന് വെച്ചാൽ പപ്പ പിടങ്ങി മരിക്കുന്നത് വരെ. ഫോർത്ത് സ്റ്റെപ്പ് സിമ്പിളാണ്. മരിച്ചു എന്നുറപ്പായാൽ അങ്കിൾ കാറിൽ നിന്ന് ഇറങ്ങുന്നു, കുരുക്കൂരി മാറ്റുന്നു, ചുറ്റും നോക്കി മറ്റ് വാഹനങ്ങളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ബോഡി ഉൾപ്പെടെ കാർ ഈ കായലിൽ തള്ളുന്നു. ഒന്നെങ്കിൽ കാർ കായൽ താണ് വയ്ക്കുള്ളൂ, ഇല്ലെങ്കിലും ഭയപ്പെടേണ്ട, ഇതൊരു ആക്സിഡന്റ് ഡെത്താണെന്ന് ആളുകൾ കരുതിക്കൊള്ളും. എനി ഡൗട്ട്സ്? മോനെ, ഒരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. ഈ കുരുക്ക് കഴുത്തി മുറുകുമ്പോ വണ്ടി കൺട്രോൾ വിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാലോ? അപ്പോ പിന്നെ ഇവളുടെ പപ്പ എന്നെ കയറി അറ്റാക്ക് ചെയ്യല്ലേ? അങ്ങനെ ഒരു പേടിയുണ്ട്. നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം, കുറച്ചുകൂടി ഇന്റലിജന്റ് ആയ ഒരു മെത്തേഡ്. ഓക്കെ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിധിയുടെ പപ്പയെ അങ്കിൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിക്കുക എന്നതാണ്. അതെങ്ങനെ എത്തിക്കും? അത് നമുക്ക് ആലോചിക്കാം. ആദ്യം മെത്തേഡ് പറയട്ടെ. അങ്കിൾ അവിടെ വെച്ച് അയാൾക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു. അങ്കിൾ കുടിക്കരുത്, കുടിക്കുന്നത് അഭിനയിക്കുക. എന്നിട്ട് ഇടയ്ക്ക് അങ്കിളിന്റെ കയ്യിലെ ഗ്ലാസ് അറിയാതെ താഴെ വീഴുന്നു. ഗ്ലാസ് പൊട്ടണം. പിന്നെ സോറി പറഞ്ഞ് ഗ്ലാസ് പീസുകൾ പെറുക്കിയെടുത്ത് അങ്കിൾ ദൂരെ എറിയുന്നു. എന്നാൽ ഒരു ഗ്ലാസ് പീസ്, മൂർച്ചയുള്ള ഒരു ഗ്ലാസ് പീസ് മാത്രം അങ്കിൾ ദൂരെ എറിയുന്നില്ല. അത് ക്ലെവറായി കയ്യിൽ ഒളിപ്പിക്കുന്നു. പിന്നെ സംസാരിച്ച് അങ്കിൾ പപ്പായുടെ പിന്നിലെത്തുന്നു. സഡനായി ഗ്ലാസ് പീസ് പപ്പായുടെ കഴുത്തിൽ അമർത്തുന്നു.
ബി കെയർഫുൾ. പിന്നെ വിടരുത്, അയാൾ മരിക്കും വരെ. അങ്കിളിന്റെ കൈ മുറിഞ്ഞെന്നിരിക്കും, എങ്കിലും വിടരുത്. ഇങ്ങനെ ഒരു സീൻ അബ് തക് ചപ്പൻ എന്ന ഹിന്ദി പടത്തിലുണ്ട്. പക്ഷേ അയാൾ കുതറിയാലോ, എന്നെ ഇടിച്ചു വീഴ്ത്തിയാലോ? അപ്പൊ അയാളെ ഫിസിക്കലായി കീഴ്പ്പെടുത്താമെന്ന് കോൺഫിഡൻസ് ഇല്ല? അല്ല, അയാളോട് നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞ സേഫായിട്ട് കൊല്ലാൻ വേറെ വഴിയൊന്നുമില്ല. അതിന് സിമ്പിളായ ഒരു വഴിയേ ഉള്ളൂ, ഷൂട്ട് ചെയ്യുക. ആ, അത് കൊള്ളാം, അത് സേഫാ. പക്ഷേ അതിന് ഗൺ വേണ്ടേ? ഗണ്ണൊക്കെ ഉണ്ട്. 60s ഇന്ത്യ ചൈന വാർ നടക്കുമ്പോ അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന സർവീസ് ഗണ്ണ, ബുള്ളറ്റ്സും ഉണ്ട്. പക്ഷേ അപ്പൂപ്പൻ അത് അലമാരി വെച്ച് പൂട്ടിയിരിക്കുക. അത് എടുക്കാൻ പറ്റിയാൽ നല്ലതാ. ലൈസൻസ് ഒന്നും പുതുക്കാത്തോണ്ട് ഇപ്പൊ ഈ തോക്ക് ഒരു രേഖയിലും ഉണ്ടാവൂല. ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് ഏത് കണ്ണിന്ന് വന്നൊന്നും പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സേഫാ. പക്ഷേ ഗണ്ണങ്ങനെ എടുക്കൂന്ന അത് ആദ്യം വിചാരിച്ച പറ്റും. അപ്പൂപ്പൻ അറിഞ്ഞാലോ? അറിയാതെ എടുക്കണം. അതെ.